Happy Easter. എൻ്റെ പേര് ജോ പിടിക്കാം. Tonight we'll be witnessing something very special, something that we can be very proud of as a community. KCCNCയുടെ സെയിന്റ് മേരീസ് ജ്ഞാനായ കാത്തലിക് ചർച്ചിൻ്റെ ആദ്യത്തെ മാർഗംകളി അരങ്ങേറ്റമാണ് ഇവിടെ ഇന്ന് തുടങ്ങാൻ പോകുന്നത്. KCCNC കിഡ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അവതരിപ്പിക്കുന്ന മാർഗംകളി അരങ്ങേറ്റത്തിനായുള്ള തിരശ്ശീല ഉയരുകയായി. കലാകേരളത്തിന് ജ്ഞാനായ മക്കൾ സമ്മാനിച്ച മാർഗംകളിയെ അതിന്റെ തനിമയോടുകൂടി നമുക്ക് പകർന്നു തരാൻ മുന്നോട്ട് വന്ന മാർഗംകളി ആശാൻ ശ്രീ ജെയിംസ് പാലകന് സദസ്സിന്റെയും ശിഷ്യരുടെയും സ്നേഹാദരങ്ങൾ. പുരാതന പ്രസിദ്ധവും തലമുറകൾ കൈമാറി വന്നതും ഇന്നും അതിപ്രചാരത്തിലുള്ളതുമായ മാർഗംകളിയുടെ 6 മാസക്കാലത്തെ നീണ്ട പരിശീലനത്തിന് ശേഷം ഇന്ന് അരങ്ങേറ്റം കുറിക്കുന്ന എല്ലാ ശിഷ്യർക്കും അഭിനന്ദനങ്ങൾ. ആദ്യമായി വെൽക്കം സ്പീച്ച് പറയുന്നതിനായി KCCNC കിഡ്സ് ക്ലബ് പ്രിൻസിപ്പൽ ശ്രീ അനിൽ കണ്ടാരപ്പള്ളിയെ ക്ഷണിച്ചുകൊള്ളുന്നു. It's time for the real thing. The Margangali Arangetam by the children and youth of the San Jose Gnanaya community. KCCNC Kids Club ന്റെ ആഭിമുഖ്യത്തിലും നേതൃത്വത്തിലും 6.5 മാസങ്ങൾക്ക് മുമ്പ് സെപ്റ്റംബർ 29-ാം തീയതി തുടങ്ങി വെച്ച ഈ മാർഗംകളി ക്ലാസുകൾ ഇന്ന് ഈ അരങ്ങേറ്റ വേദി ഈ ചരിത്ര മുഹൂർത്തത്തിൽ എത്തി നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു വാചകമാണ്. നന്നായാൽ ഒന്നായി, ഒന്നായാൽ നന്നായി. സാൻ ജോസയിലെ ഒരു പറ്റം നല്ലവരായ ആളുകൾ ഒരുമിച്ച് തുടങ്ങി വെച്ച് ഈ നല്ല സംരംഭം നിങ്ങൾ പൂർണ്ണമായി ആസ്വദിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി, അത് നന്നായി എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഇതുപോലെയുള്ള സംരംഭങ്ങൾ, ഒരുമിച്ച് ചെയ്യുന്ന സംഭവങ്ങൾ മുന്നോട്ടും നമുക്ക് പ്രചോദനമായി തീരുമെന്നുള്ള വിശ്വാസത്തിലും നിങ്ങളേവരെയും ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം നമ്മുടെ വിശിഷ്ട അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന UKKCA പ്രസിഡന്റ് ശ്രീ ബെന്നി മാവേലിയെ സാൻ ജോസയിലെ എല്ലാ ജ്ഞാനായ സമുദായ അംഗങ്ങളുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മാർഗംകളി ക്ലാസിൻ്റെ തുടക്കം മുതൽ ഞങ്ങൾക്ക് പ്രചോദനം നൽകി, പ്രോത്സാഹനം നൽകി, എന്നും ഞങ്ങളെ സ്നേഹത്തോടെ പ്രോത്സാഹിപ്പിച്ച ബഹുമാന്യനായ നമ്മുടെ വികാരിയച്ഛൻ ജോസച്ചനെയും ഈ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി നിങ്ങളേവർക്കും ഒരു സന്തോഷപ്രദമായ സായാഹ്നം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു ശ്രീ അനിൽ കണ്ടാരപ്പള്ളി. അടുത്തതായി KCVL ടീം അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വെൽക്കം ഡാൻസ്. The participants are
അടുത്തതായി നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ റവറൻഡ് ഫാദർ ജോസ് ഇല്ലിക്കുന്നമ്പറത്തിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളു. നമ്മുടെ ഇന്നത്തെ ഈ മാർഗംകളിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന UKCC പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ബെന്നി മാവേലിൽ, അതുപോലെ പിടിയും കോഴിയും ബിരിയാണിയും ഒക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് സംതൃപ്തരായിരിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ ഇടവക ജനമേ, പ്രിയ കലാകാരന്മാരെ, കലാകാരികളെ, ഈ മാർഗംകളിയുടെ ഇനാഗുറൽ സ്പീച്ച് പറയണമെന്ന് എന്നോട് പറഞ്ഞു. മാർഗംകളിയെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ ഞാൻ ആരുമല്ല. എങ്കിലും ചെറിയ ഒരു പശ്ചാത്തലം എനിക്കുള്ളത് മാർഗംകളിയുടെ ആദ്യ പാദം, വന്ദനപാദം എന്ന് പറയും. അധികം ചാടി കളിക്കാനുള്ളതല്ല, കുറച്ചുള്ള ഒരു 5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു സ്റ്റെപ്പ് ഞാനും പഠിച്ച് മാർഗം കളിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഒരു പാരമ്പര്യമാണ് ഈ മാർഗംകളിയുമായിട്ട് എനിക്കുള്ളത്. പിന്നീട് ഈ മാർഗംകളിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ജ്ഞാനായക്കാരുടെ പരമ്പരാഗതമായ ഒരു കലാരൂപമായിട്ടാണ് ഈ മാർഗംകളിയെ നമ്മൾ കേട്ടിരിക്കുന്നത് അല്ലെങ്കിൽ കണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മാർഗംകളിയെ വളർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത് ജ്ഞാനായക്കാരാണെന്നാണ് പറയുക. നമ്മുടെ വിവാഹ ആചാരങ്ങളിൽ അല്ലെങ്കിൽ പ്രത്യേകമായ ആഘോഷ അവസരങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ജ്ഞാനായക്കാർ ഈ മാർഗംകളി നടത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇന്ന് യുവജനോത്സവ വേദിയിലൊക്കെ ഈ മാർഗംകളി സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിലും അതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ജ്ഞാനായക്കാരാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മിഷൻ ഡയറക്ടറായിരുന്ന മോൺസിഞ്ഞോർ ജേക്കബ് വെള്ളിയാൻ അച്ഛൻ്റെയൊക്കെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ മാർഗംകളി ഒരു യുവജനോത്സവ ഇനമായിട്ട് തന്നെ സർക്കാർ അംഗീകരിച്ച് നൽകിയിരിക്കുന്നത് നമുക്കറിയാം. അതോടൊപ്പം നിൽക്കട്ടെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ഈസ്റ്റർ ദിനത്തിൽ ഇവിടെ 56 കലാകാരന്മാർ മാർഗംകളി അവതരിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് അമേരിക്കയിൽ, കേരളത്തിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, അമേരിക്കയിൽ തന്നെ ഇത്രയും കലാകാരന്മാർ ഒന്നിച്ച് മാർഗംകളി പരിശീലിച്ച് ഇവിടെ അരങ്ങേറ്റം കുറിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. ഈ വർഷം നമ്മുടെ ഇടവകയിൽ ഒരു പുതിയ ഇടവക മെമ്പറായിട്ട് മാർഗംകളി പരിശീലിപ്പിക്കുന്ന മിസ്റ്റർ ജെയിംസ് പാലകൻ ഇടവകയിലേക്ക് മെമ്പറായിട്ട് ചേരുകയുണ്ടായി. അദ്ദേഹം UK-യിലായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു മുതൽക്കൂട്ടാണ്. അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ KCCNC-യുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു. പ്രത്യേകിച്ച് അനിൽ കണ്ടാരപ്പള്ളിയുടെ നേതൃത്വത്തിൽ അദ്ദേഹമൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് ഇവിടെ ഒരു നല്ല മാർഗംകളി ട്രൂപ്പിനെ വാർത്തെടുക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചതിൻ്റെ ഫലമായിട്ട് അങ്ങനെ നമ്മളിവിടെ പരിശീലനം ആരംഭിക്കുകയുണ്ടായി. ആദ്യമൊക്കെ കുറച്ച് പേരെ അതിൽ പങ്കെടുത്തുള്ളൂ. ഞാൻ ഓർക്കുകയാണ്, വളരെ കുട്ടികളും മുതിർന്നവരും ഇത് പഠിക്കണമെന്നുള്ള ഒരു ചിന്താരീതിയോട് കൂടിയാണ് ആദ്യമേ തുടങ്ങിയത്. മുതിർന്നവർ എത്രമാത്രം ഇതിൽ സംബന്ധിക്കും, പരിശീലനം പൂർത്തിയാക്കുമെന്ന് ഒരു ഉറപ്പുമില്ലായിരുന്നു. അതിൻ്റെ തുടക്കമായിട്ടാണ് ആ തുടങ്ങിയ സമയത്തൊക്കെ ഇവിടെ മാവേലി സ്റ്റീഫനൊക്കെ സമയം തെറ്റിച്ച് ചെല്ലുകയും പഠിപ്പിക്കുന്ന അവസരത്തിൽ വർത്താനം പറയുകയൊക്കെ ചെയ്തപ്പോൾ ഈ ആശാൻ, അതായത് ജെയിംസ് പാലകൻ, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വടിയെടുത്ത് അടി കൊടുത്ത് അദ്ദേഹത്തെയൊക്കെ, മാവേലി സ്റ്റീഫനെയൊക്കെ വളരെ സ്ട്രിക്റ്റ് ആക്കി നിർത്തിയ കാര്യം ഞാൻ കാണുകയും ഇവിടെ പറയുകയും ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് സ്റ്റീഫനൊക്കെ നന്നായിട്ട് പിന്നീട് പരിശീലനത്തിൽ ഏർപ്പെട്ടു, സീരിയസ് ആയിട്ട് ഇത് എടുത്തു. എല്ലാവരും നല്ല രീതിയിൽ ഇത് പഠിച്ചു. ക്ഷമയോടുകൂടെ നമുക്ക് ഒരുപക്ഷെ ചിലപ്പോൾ നമുക്കൊരു ആവർത്തന വിരസത പോലെ തോന്നാം. പക്ഷേ നമ്മൾ ക്ഷമയോടുകൂടി ഇരുന്ന് കൈയടിച്ച് ഇവരെ പ്രോത്സാഹിപ്പിച്ച് ഈ കലാവിരുന്നിൽ എല്ലാവരും പങ്കുചേരുക. പ്രത്യേകിച്ച് ഇത് ഒരുങ്ങി ഇത്രയും നാളത്തെ പരിശീലനത്തിന് ശേഷം ഒരുങ്ങി വന്നിരിക്കുന്ന കലാകാരന്മാരെയും അവർക്ക് വേണ്ട സാങ്കേതിക സഹായം ചെയ്ത എല്ലാവരെയും അനിൽ കണ്ടാരപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള കിഡ്സ് ക്ലബിലെ മെമ്പേഴ്സിനെയും ഒക്കെ ഞാൻ അഭിനന്ദിക്കുന്നു. അങ്ങനെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നല്ല ഒരു സായാഹ്നം നൈറ്റ് നേരുന്നു. നന്ദി.
Thank you, Chandamelan team, for that wonderful performance. For the lamp lighting ceremony, we would like to invite Joe Sachin, UK KCA President Benny Maveli, KCCNC Chairman Gibson Puraimballi, Margangali Ashan James Palagan, and Anil Kandarapalli to the stage. Thank you, everyone. മാർഗംകളിയുടെ അരങ്ങേറ്റത്തിൻ്റെ ഉദ്ഘാടനം നടന്നിരിക്കുകയാണ് ഇപ്പോൾ. സോ അതുകൊണ്ട് ആദ്യമായി അരങ്ങേറ്റം കുറിക്കുന്നതിനായി ബോയ്സ് ടീമിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പിടിത്തണ്ടും കൈയും മെയ്യും എന്നേക്കും വാഴവേ ചെയ്തേ വാഴ്ക വാഴ്ക നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമിമേൽ ചെയ്തേ വഴിക്കുറായി നടക്ക വേണ്ടി വന്നവരോ നാമെല്ലാം ചെയ്തേ അഴിവു കാലം വന്നടുത്തു അലയുന്ന നീ മക്കളെ ചെയ്തേ അഴിയായി വണ്ണം കാത്തരുൾവാൻ കഴിവു പേശുക മാർത്തോമൻ ചെയ്തേ മലമേൽ നിന്നു വേദ്യനമ്പു ചാർത്തി മാറി എന്നപ്പോൾ ചെയ്തേ മയിൽ മേലേറി നിന്ന നീല കാണവേണം പന്തലിൽ ചെയ്തേ പട്ടുടൻ നീ പുടവ പവിഴമൂത്തു മാലയും ചെയ്തേ അലങ്കരിച്ച പന്തലിൽ വന്നു തകവേണം മാർത്തോമൻ ചെയ്തേ അലങ്കരിച്ച പന്തലിൽ വന്നെഴുന്നരുൾക്ക മാർത്തോമൻ ചെയ്തേ അലങ്കരിച്ച പന്തലിൽ വന്നരുൾ തരേ താകൃതി സത്താതിമൃതത്തെ.
ഈ വണ്ണം കെട്ടും കിഴിയാവാറേ ഇവരെ കൊണ്ടേ വണ്ണം വേണമെന്ന് ഇണ്ടൽ പേരുത്തു വിളിച്ചു ചോഴൻ തമ്പിയെ തമ്പിവ അണയത്തെന്ന് തമ്പിയും താനുമായി വേണ്ടുവോളം കാര്യങ്ങളെ ചിന്തിക്കുന്നു അല്ലേലായി രാജനീ വണ്ണം ചൊന്നാൽ എന്നോട് തമ്പി നീ കേൾക്ക വേണം തരമിപ്പോൾ നമ്മുടെ വർഷക്കാലം പെട്ടപ്പോൾ പെട്ടിട്ടില്ലാകും മുമ്പേ നാടുവാഴുന്ന നൃപന്മാർക്കാർക്കും നാണക്കേടിതുപോലെ വന്നിട്ടില്ല നാടിനെ ഞാൻ വാഴ്വാൻ യോഗ്യം പോരാ തമ്പി നീ വേണ്ടുമ്പോൾ പരിപാലിക്ക അന്നേരം തമ്പിയും അല്ലേലോടെ അത്തൽ പെട്ടൊരു ദണ്ഡം ഉള്ളിലായി അത് തന്നെ ആദിയായി ദണ്ഡങ്ങളും ചിക്കനെ ചേർന്നുവ ചങ്കൾക്കുള്ളിൽ അരുളാലെ നാൾ തോറും വർദ്ധിച്ചേരെ ആത്മാവു മാലാഖ മാരോടൊത്ത് ആകാശക്കൊണ്ടങ്ങ് ചെന്ന നേരം ചോഴന്റെ പേർക്കില്ലം കുറിയിൽ കണ്ടു അക്കൂറെ വായിച്ച് അറിഞ്ഞ ശേഷം അക്കമ്പുക്കു കണ്ട് അതിൽ നിന്ന് അമ്പോടെ മൂന്നീനു ബിംബം പോലെ ആവോളം തരമുണ്ടേ പേർക്കു ചൊൽവാൻ മനുഷ്യ ജാതിക്ക് അകപ്പെടുന്നു മല്ല മകുചെന്നു കണ്ടാൽ തീരും മതിപോരും രാജാക്കൾ വാഴും കോയിൽ എന്നെല്ലാം നന്നായി കണ്ടോരാത്മം തീർത്തേ
ബഹുമാനപ്പെട്ട ഇടവക വൈദികൻ ഫാദർ ജോസ്, KCCNC-യുടെ ചെയർപേഴ്സൺ, കമ്മിറ്റി അംഗങ്ങളെ, സ്നേഹം നിറഞ്ഞ ജ്ഞാനായ സഹോദരി സഹോദരങ്ങളെ, ഞാനിവിടെ ഒരു ഔദ്യോഗിക വിസിറ്റിന് വന്നതല്ല. മാസങ്ങൾക്ക് മുന്നേ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു ഈ വർഷം ഈസ്റ്റർ എൻ്റെ ബ്രദറിൻ്റെ കൂടെ ഘോഷിക്കുമെന്ന്. അതിനുശേഷമാണ് എൻ്റെ ഔദ്യോഗികമായ ഇലക്ഷനും വിജയവും ഒക്കെ കഴിഞ്ഞത്. എങ്കിൽ ഈ അവസരത്തിൽ, ഈ സുദിനത്തിൽ വിജയത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും ഈ അവസരത്തിൽ നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ കിട്ടിയ ഈ അവസരത്തിന് ഞാൻ നന്ദി പറയുന്നു. പ്രിയരെ, പ്രത്യേക നിയോഗത്താൽ കാനായിൽ നിന്നും കേരള മണ്ണിലേക്ക് കുടിയേറി അവിടെ നിന്നും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും കുടിയേറിയ ജ്ഞാനായ ജനത, കുടിയേറ്റത്തിൻ്റെ കുലീനനായ ജ്ഞായിത്വത്തിൻ്റെ മക്കളായ നമ്മൾ ഇംഗ്ലണ്ട് മണ്ണിലേക്ക് കുടിയേറിയിട്ട് ഏകദേശം 12-13 വർഷം കഴിഞ്ഞിരിക്കുന്നു. 2001 UKKCA എന്ന സംഘടന വെറും 20-25 പേര് കൂടി തുടങ്ങി. അന്ന് നമ്മുടെ കുര്യാക്കോസ് കുന്നശ്ശേരി മെത്രാന്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ഞങ്ങൾ സംഘടന തുടങ്ങിയത്. ഈ വർഷം ജൂൺ മാസം 28-ാം തീയതി നടക്കുന്ന ഏകദിന കൺവെൻഷനിൽ ഏകദേശം 5000-ൽ പരം പേര് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഈ സുദിനം നിങ്ങൾ ഓരോരുത്തരെയും വ്യക്തിപരമായ രീതിയിൽ ഞാൻ ക്ഷണിക്കുകയാണ്. താല്പര്യമുള്ളവരെല്ലാവരും UK-യിലേക്ക് കടന്നു വരണം. നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞപ്പോഴൊക്കെ മനസ്സിലായി, എല്ലാവർക്കും ബന്ധുക്കാരുണ്ട്, സ്വന്തക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്. എല്ലാവരും സാധിക്കുമെങ്കിൽ ഈ വർഷം ജൂൺ മാസം 28-ാം തീയതി നടക്കുന്ന കൺവെൻഷനിലേക്ക് എത്തിച്ചേരണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. അതുപോലെ ഇന്നിവിടെ നടക്കുന്ന ജ്ഞാനായക്കാരൻ്റെ തനത് കലാരൂപമായ മാർഗംകളിയിലേക്ക് അരങ്ങേറ്റം ഓൾറെഡി ഒരെണ്ണം നടന്നു കഴിഞ്ഞു, ഇനിയും നടക്കാനുണ്ട്. നീണ്ട ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. എനിക്ക് അവസരം തന്ന നിങ്ങൾക്ക്, ഇവിടുത്തെ KCCNC കമ്മിറ്റിക്കും ഇതിൻ്റെ ഭാരവാഹികൾക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടും നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ തനതായ പൈതൃകം പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി അരങ്ങേറ്റത്തിന് എത്തുന്നത് പെൺകുട്ടികളുടെ ടീമാണ്. അവരെ വേദിയിലേക്ക് ക്ഷണിക്കും. മാർത്തോമൻ തെരയലങ്ക
മനഗുണമുടയവനരുളാൽ വാനവർ മഹിമയോടെ എത്തിയാണഞ്ഞുടനെ ഇതതിത്തിത്തൈ മറുതല്ല നേരുകെടുമതിനൊരു തേരതിൽ മംഗളമായവർ പുകീച്ച് ഇതതിത്തിത്തൈ കൈകൊണ്ടവരൊരു ഞൊടിയളവാൽ ചെന്നറിയിച്ചവർ ചിന്നമാലയ്ക്ക് ഇതതിത്തിത്തൈ കരുണയോടിത്തു വഴി ചൊൽവതിനഴകാൽ അങ്ങുമിങ്ങും മനസ്സിത് പരിചയ ഇതതിത്തിത്തൈ പലമുഴു പലവക കിന്നര മഴകൾ നന്ദുലിയും കടൽ പലതരമേ തിത്തൈ നന്മ വരും വക പരമൊഴികൾ സ്ഥിതി നന്നായി മുലക്കുകൾ പരമ്പീതേ ഉടമ്പിൽ നിന്നുയരെടുത്ത കാശേ ഉയരവനരിപ്പിടം പുകീച്ച് ഉടമയിലുടയവനിടംപെടുത്താൽ നന്മ നിറഞ്ഞൊരു പള്ളിയിലെ വെച്ചിത് ധനമിത് മക്കളും അതിനം അള്ളു വിളിക്കു നടപ്പവരെ വൻവിനയൊഴിയ പെരുവനോട് നമ്മൾ തേടി പുലരാമേ മരമൊടു കല്ലുകൾ കനകം വെള്ളി മനമിയലും പടിച്ചെമ്പുമിരമ്പും മറ്റും പാലവക വേണ്ടും പണികൾ ഇന്നേതത്ത മരമൊടു കല്ലുകൾ കനകം വെള്ളി മനമിയലും പടിച്ചെമ്പുമിരമ്പും മറ്റും പാലവക വേണ്ടും പണികൾ മഹിമയോടരിമകളെല്ലാം ചെയ്യും ഇത്തരമുത്തരമായുള്ള വചനം ഇച്ചവരും പഠിക്കരുതയുറച്ച് തക്കിടകിടതക തായ്ക്കിതൊങ്കം തരികിടകിടതക തക്കിടകിടതെ തരികിടകിടതെ തക്കിത്തൊങ്കം താങ്ക തരികിടതും ഇമ്പമൊടരുവികൾ തിരുമനസാലെ ഇയൽ വഴി തെയ്യം തട്ട ചികുതി തെയ്യം തട്ട ചികുതി തിമൃത്തെ വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരശൻ തിരുമുൻപാകെ തക്കിടകിടതക തക്കിടകിടതക തക്കിടകിടതകരീ തകത തകത തകതീ തിക്കിടകിടതക തിക്കിടകിടതക തിക്കിടകിടതകരീ തികിട തികിട തികിടത്തീ തിക്കിടകിടതകരീ തകതീ തിക്കിടകിടതകരീ തകതീ തക്കിടകിടതേ തക്കിടകിടതേ തക്കിട്ടേത ഇന്തത്താകിടതേ ഇന്തത്താകിട തക്കിടകിടതകരീ വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകെ വിധി പോലെ വന്നു താഴ്വരത്തെ Next up, what we all have been waiting for, our superstars. I don't want to take up too much time, but I just would like to point out that they've been working really hard over the months, setting aside time for practice, even with their busy schedule. അതെ, അരങ്ങേറ്റം കുറിച്ച് അരങ്ങ് തകർക്കുന്നതിനായി നമ്മുടെ സ്വന്തം യുവതാരങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ഈ വണ്ണം കെട്ടും കിഴിയാവാറേ ഇവരെ കൊണ്ടേ വണ്ണം വേണമെന്ന് എൻ്റെ പേരുത്തു വിളിച്ചു ചോഴൻ തമ്പിയെ തമ്പിവ അണയത്തെന്ന് തമ്പിയും താനുമായി പെടുവോളം കാര്യങ്ങളെ ചിന്തിക്കുന്നു അല്ലേലായി രാജനെ വണ്ണം ചൊന്നാൽ എന്നോട് തമ്പി നീ കേട്ട വേണം തരമിപ്പോൾ നമ്മുടെ വചകാലം പെട്ട പോൽ തെറ്റിൽ ആർക്കും മുമ്പേ നടുവാഴുന്നവർമാർക്കാർക്കും നാണക്കേടിതുപോലെ വന്നിട്ടില്ല നാടിനെ ഞാൻ വാഴ്വാൻ യോഗ്യം പോരാ തമ്പി നീ വേണ്ടും പോൽ പരിപാലിക്ക അന്നേരം തമ്പിയും അല്ലേലോടെ അത്തൽ വിട്ടൊരു ദണ്ഡം ഉള്ളിലായി അത് തന്നെ ആദിയായി ദണ്ഡങ്ങേടും ചിരിക്കനെ ചേർന്നുവ ശമ്പേട്ടുള്ളിൽ അരുളാലെ നാൾ തോറും വർദ്ധിച്ചേരി ആത്മാവു മാലാഖ മാരോടൊത്ത് ആകാശെ കൊണ്ടങ്ങു ചെന്ന നേരം ചെവടന്റെ പേർക്കില്ലും കുറിയിൽ കണ്ടു അക്കൂറി വായിച്ച് അറിഞ്ഞ ശേഷം അക്കം കണ്ട് അതിൽ നിന്ന് അമ്പോടെ മൂന്നിനു ബിംബം പോലെ ആവോളം തരമുണ്ട് പേർത്തു ചൊൽവാൻ മനുഷ്യ ജാതിക്ക് അകപ്പെട്ടു ആരെല്ലാം അത് ചെന്നു കണ്ടാൽ തീരും മതിപോരും രാജാക്കൾ വാഴും കോയിൽ എന്നെല്ലാം നന്നായി കണ്ടോരാത്മം തിരിത്തിട്ടേ. Now I would like to welcome KCCNC Vice President Stephen Mavelu in honoring Margangali Asha. Start with നമ്മുടെ അച്ഛൻ പറഞ്ഞു അനിൽ കണ്ടാരപ്പള്ളിയെ പറ്റി കുറച്ച് നല്ല വാചകങ്ങൾ. I want to ensure that it's heard once again. We all take things for granted. To arrange this food today, the costume, all the organization you see on the stage, the event tonight is all because of one of the greatest assets of KCCNC, which is Anil Kandarapalli. Please give him a big applause for all the hard work he has done today.
Next, our KCYL kids. Your role and vitality to the Kanai community is gearing up year after year. We sincerely thank the KCYL unit under the leadership of Ria Illikadal and Nishi William for the wonderful dance and skills on the stage tonight. Thank you so much. നമ്മുടെ പല കോസ്റ്റ്യൂമും തള വളകളടക്കം സിജോ പറപ്പള്ളിയുടെ അളിയൻ, ഞങ്ങളെ തമാശയ്ക്ക് തളവള അളിയൻ എന്ന് പറയും, Joni Akambarbu, we thank you for all the costumes you brought from India and for free. Thank you so much. Next to our darling, St. Mary's Knana Missions Vicar, Father Jose Illikunamburat. അച്ഛൻ പറഞ്ഞു മാർഗമില്ലാത്തൊരു കളിയാണ് മാർഗംകളി എന്ന്. ഒരുപക്ഷെ ശരിയാണ്, കാരണം ഞങ്ങൾ ഈ CCD പിള്ളേരെ കൊണ്ടുപോയി ഞങ്ങളിവിടെ നിൽക്കുമായിരുന്നു, അപ്പോൾ മാർഗമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒരു പരിപാടിയാണ് ഈ മാർഗംകളി. അതുപോലെ അച്ഛൻ പറഞ്ഞു എന്നെ അടിച്ചെന്ന് പറഞ്ഞു. ശരിയാണ്, എന്നെ അടിച്ചായിരുന്നു. പക്ഷെ അച്ഛൻ ഇത് പറഞ്ഞു പോയി, എൻ്റെ അടി കണ്ടിട്ട് അന്ന് വന്ന 2 പേർ പിന്നെ വന്നിട്ടേ ഇല്ല. അത് മറ്റാരുമല്ല, ബിജു പുളിക്കലും ജോസ് മുടക്കക്കരയാണ്. So thank you, Father, for your support throughout this program, and we truly acknowledge for your guidance for this event. Thank you. Also, I thank the kids, their parents, and the adults who performed on the stage. They have been practicing for 6.5 months. So thank you so much for all your hard work and sincerity towards this event. ഇനി എൻ്റെ മെയിൻ കർമ്മത്തിലോട്ട് ഞാൻ കിടക്കുകയാണ്. നമുക്കൊരു മെയിൻ ആശാനുണ്ട്, അതിലുപരി നമുക്ക് 2 കുട്ടിയാശാന്മാരൂടെയുണ്ട്. ഇൻ ഏജ്, ഇൻ സൈസ് and their maturity, we have 2 കുട്ടിയാശാൻസ്, Jobin and Josephine Kundaserul. If you can come onto the stage. Jobin and Josephine Kundaserul, please come onto the stage. Father Jose, if you can come onto the stage as well. Father Jose. As you can see, കപ്പേരി പണി മാത്രമല്ല, ആശാൻ പണി അവർക്കറിയാം. എൻ്റെ പേഴ്സണൽ ട്രെയിനറായിരുന്നു ജോബിൻ. അച്ഛൻ പറഞ്ഞു എന്നിട്ട് ഞാൻ തെറ്റിച്ചെന്ന്. Anyway, I want to thank you for teaching the adults, the girls and the boys. You are a great asset to this community, and your leadership skills we can already see. Thank you so much. As a token of appreciation, I would like Father Jose to give over a small token to Josephine and Jobin. അടുത്തതായിട്ട് നമ്മുടെ മാറങ്കളി ആശാൻ ജെയിംസ് പാലകൻ. ജെയിംസ് പാലകൻ ഒരു ആഗോള തലത്തിലെ ടീച്ചറാണെന്ന് തോന്നുന്നു. കാരണം കേരളത്തിൽ പഠിപ്പിച്ചു, UK പഠിപ്പിച്ചു. UK പഠിപ്പിച്ചപ്പോൾ അടി ഉണ്ടായിരുന്നതാണ് എൻ്റെ അറിവ്. സോ ഇതൊരു പരമ്പരാഗത കലയായതുകൊണ്ടായിരിക്കാം, ഒരു ട്രഡീഷണൽ വേ ഓഫ് ടീച്ചിങ് ആയിരുന്നു. സോ ജെയിംസ് പാലകൻ, ഇഫ് യു കൻ കം ഓൺ ടു ദി സ്റ്റേജ് പ്ലീസ്. ജെയിംസ് പാലകൻ. ഈ ചിരിയൊക്കെ ഉണ്ടെങ്കിലും ആള് ഭയങ്കര സ്ട്രിക്റ്റ് ആട്ടോ. ജെയിംസിന്റെ ഫാമിലി, ജെയിംസ് കൂടുതലിരുന്നാണ്. 2 പിള്ളേരുണ്ട്. ഹി മൂവ്ഡ് ഹിയർ. ആശ ചോദിക്കുന്നത് എന്നെ കാണാൻ തോന്നുന്നു. ആശാരി കൊണ്ട് വന്നത് 3 കൊല്ലം മുമ്പാണ് ഏകദേശം. ആദ്യം സാക്രമെന്റോ ഏരിയയിലായിരുന്നു. Anyway, he decided to move to San Jose, which was our sheer luck. And ഞങ്ങളിവിടെ പ്രാക്ടീസ് വരുമ്പോഴത്തേക്കും ആശാൻ രാത്രി ജോലി കഴിഞ്ഞിട്ട് ഇവിടെ കാറയിൽ കിടന്നുറങ്ങുകയായിരിക്കും. ഞങ്ങൾ വരുമ്പോഴേ ആശാന് എന്തൂത്ത് ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കും. ഏകദേശം 6.5 മാസത്തോളം 3 ബാച്ചുകളിലായി
സൺഡേയിലെ മാസിന് മുമ്പും അതിനുശേഷവും ഇദ്ദേഹത്തിൻ്റെ വാല്യുബിൾ ആയിട്ടുള്ള സമയം, മോറോവർ ഹി വാസ് വെരി പേഷ്യൻസ് എസ്പെഷ്യലി വിത്ത് മീ. So I thank on behalf of KCCNC and the KCCNC Kids Club for you being here, for teaching us and for imparting the traditional Knanaya faith and the culture to us. Thank you, James. Again, as a token of love for his dedication commitment, we want to honor him with a small gift as well as a plaque. It says, awarded to James Palagan, Margangali Ashan, in recognition of outstanding service to Knanaya Catholic Congress of Northern California for fostering Knanaya tradition culture. Anil Kandarapallu, Kids Club Principal, KCCNC, Jose Pambalan, President, KCCNC. Thank you, James. Thank you, Acha. Now, please don't go away. We have more items. We have more programs. Please stay tuned tonight, and we are not going anywhere. Thank you. ബഹുമാനപ്പെട്ട ഫാദർ ജോസ് ലിഗുണമർദ്ദച്ച, ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ഞാനിവിടെ വന്നപ്പോൾ നേരത്തെ ഇവർ സൂചിപ്പിച്ചതുപോലെ ഞാനിവിടെ വന്നതിന് ശേഷം ഈ മാർഗംകളിയുടെ കാര്യത്തെപ്പറ്റി ആദ്യമായി ഇതിനെപ്പറ്റി ചോദിച്ചത് സ്റ്റീഫൻ മാവേലിയും അനിൽ കണ്ടാരപ്പള്ളിയും എന്നോട് ചോദിച്ചിട്ട് അച്ഛനോട് അനുവാദം ചോദിച്ച് അച്ഛൻ ഒരു ദിവസം അതിന് പെർമിഷൻ തന്നു കഴിഞ്ഞപ്പോൾ ഇവർ എല്ലാവരും കൂടി അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി. അങ്ങനെ വന്നപ്പോൾ ഞാനത് പൂർത്തിയാക്കി. അങ്ങനെയാണ് മാർഗംകളി ഇവിടെ സ്ഥാപിക്കുവാൻ സാധ്യമായ സാഹചര്യങ്ങൾ. പ്രിയമുള്ളവരെ, മാർഗംകളി എന്തെന്നും അത് എങ്ങനെ ഉണ്ടായി എന്നും ഒരു ചെറിയ വിവരണം മാർഗംകളിയെ പറ്റി തരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എല്ലാവർക്കും ഒരു ചരിത്രപരമായ ഒന്നാണെന്നുള്ളതിൽ കവിഞ്ഞ് കൂടുതൽ അറിവുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. മാർഗംകളി ആദ്യം നമ്മുടെ ഭാരതത്തിൽ രൂപപ്പെടുന്നത് AD 52 ഭാരത അപ്പസ്തോലനായ മാർ തോമാസ് ലീഹ ഭാരത സുവിശേഷവൽക്കരണ വേളയിൽ ഭാരത സംസ്കാരത്തിന് നൽകിയ ഒരു കലാസൃഷ്ടി രൂപമാണ് മാർഗംകളി. 3 നൂറ്റാണ്ടുകൾ മുന്നിട്ട ശേഷം ഭാരത കത്തോലിക്ക സഭയെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി ജ്ഞാനായ തോമായും കൂട്ടരും ഭാരതത്തിൽ കുടിയേറിയപ്പോൾ മാർ തോമാസ് ലീഹായുടെ ആ എല്ലാ വിശ്വാസ സത്യങ്ങളെയും യഥോചിതം സ്വീകരിച്ചുകൊണ്ട് 17 നൂറ്റാണ്ടുകൾ മുന്നേറിയ ഒരു ചരിത്ര വീക്ഷണമാണ് മാർഗംകളി. പ്രിയമുള്ളവരെ, അങ്ങനെ 20 നൂറ്റാണ്ടുകാലം ഭാരത അപ്പസ്തോലൻ, ക്രിസ്തു ശിഷ്യനായ അപ്പസ്തോലൻ നിന്ന് വിശ്വാസ സത്യങ്ങളോടൊപ്പം നമ്മുടെ ഉല്ലാസവേളയിൽ മനസ്സിൻ്റെ ആനന്ദത്തിനും സന്തോഷത്തിനുമായി നമുക്ക് നൽകിയ ഈ കലാസൃഷ്ടി രൂപം 20 നൂറ്റാണ്ട് മുന്നിട്ട് ആ പരമ്പരാഗത ശൈലിയാണ്, വിശ്വാസ സത്യങ്ങളുടെ നിറവൊഴുക്കാണ് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇപ്പോൾ നാം ഒന്ന് ചേർന്ന് പങ്കുവയ്ക്കുന്നത്. പ്രിയമുള്ള കുട്ടികളെ, ഈ വിശ്വാസ സത്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ച് ജീവിച്ചാൽ ഈ ദേശത്തല്ല ഏത് ദേശത്ത് പോയി വസിച്ചാലും അംശം മുറിഞ്ഞു പോകാതെ വംശശുദ്ധിയിൽ നിലനിൽക്കുവാൻ കഴിയും എന്ന ഒരു വിശ്വാസമാണ് എന്നെ ഈ ദേശത്ത് നിങ്ങളെ മാർഗംകളി പഠിപ്പിക്കുവാൻ പ്രേരിപ്പിച്ച പ്രധാന ഘടകം. എല്ലാ സഭ, പ്രത്യേകിച്ച് തിരുസഭയുടെ മക്കൾക്കും എല്ലാ കാര്യങ്ങളിലും ഭാഗഭാഗ്യതരാക്കുക എന്നതായിരുന്നു എൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ഇത്രയധികം കുട്ടികൾ ഒന്ന് ചേർന്ന് മാർഗംകളി പഠിക്കുവാനും ഒന്നിച്ച് അരങ്ങേറുവാനുമുള്ള അനുഗ്രഹം
ഇന്നേ വരെ ഒരുപക്ഷെ മാർഗംകളിയുടെ ഈ നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിൽ സാധിച്ചിട്ടില്ല. ഭാരതത്തിനോ ഒരു UK-ക്കോ സാധിക്കാത്ത ഒന്നാണ് ഇന്ന് അമേരിക്കയ്ക്ക് സാധിച്ചിരിക്കുന്നത്. അതും ഈ സാനോസെ ദേവാലയത്തിലെ ആദ്യമായി ഈ ദേവാലയത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ 21 വർഷം 3 ഭൂഖണ്ഡങ്ങളിലായി ഞാൻ ചുറ്റിക്കറങ്ങിയ ശേഷമാണ് ഇതുപോലത്തെ ഒരു ദേവാലയം നമ്മുടെ ഇതുപോലത്തെ അംഗങ്ങളോടും കൂടി തൻ്റെ രാഷ്ട്രീയക്കാരോടും കൂടി ദൈവത്തിന്റെ സ്ഥലത്തിലെ പിതാവായ ദൈവത്തിന് ആരാധ്യമായ ബലി അർപ്പിക്കുവാൻ ഒരു സാഹചര്യം എനിക്ക് ലഭിച്ചത്. അപ്പോൾ ഞാൻ ഈ ദേവാലയവും ഇതിന്റെ പരിസരമൊക്കെ കണ്ടപ്പോൾ ഞാൻ എന്താ വിചാരിച്ചതെന്നറിയാമോ? ഞാൻ നടന്ന വഴികളിലെല്ലാം ആദ്യം സംഘടന രൂപീകരിക്കുക, പിന്നെ പരിഷ്കാരത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുക. അപ്പോൾ ജനങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയായിരുന്നു ഞാൻ മാർഗംകളി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്ന് ഈ സാഹചര്യങ്ങൾ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് കൊള്ളാമോ, എനിക്ക് മുൻപേ വന്ന ചേട്ടന്മാർ എന്നേക്കാൾ മിടുക്കരാണല്ലോ എന്ന്. കാരണം അത്രയ്ക്ക് നല്ലൊരു സാഹചര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇന്ന് ഞാൻ പകർന്നു തന്നിട്ടുള്ള ഈ ആചാരാനുഷ്ഠാനങ്ങൾ നിങ്ങൾ യഥോചിതം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങൾ സൂക്ഷിക്കണം. സൂക്ഷിച്ചാൽ മാത്രം പോരാ, ഇന്ന് നിങ്ങളുടെ അരങ്ങേറിയതിലൂടെ ലോകത്തിൽ എവിടെയും ഏത് സ്റ്റേജിലും മാർഗംകളി കളിക്കുവാനും ആരെയും പഠിപ്പിക്കുവാനുമുള്ള അധികാരം കൂടി നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ ലഭിക്കുകയാണ്. കൊച്ചു തോബിയാസിനോട് താൻ കാണിച്ചു തന്നിട്ടുള്ള മാതൃകകൾ അനുസരിച്ച് ജീവിക്കുവാൻ പഠിപ്പിക്കുന്നത് പോലെ ക്രൈസ്തവ സഭയുടെ മൂല്യങ്ങൾ അത് യഥാർത്ഥത്തിൽ തന്നെ നിറവേറ്റി ജീവിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എളിയവനായ എൻ്റെ എളിയ ഒരു വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.